മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ബുൾ റൺ ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 25% ആണ് റൺ ചെയ്തത്. ഈ ഒരു ബുൾ റണ്ണിനകത്ത് നമുക്ക് ട്രേഡബിളായ സ്റ്റോക്സ് ഏതൊക്കെയായിരുന്നു, ആ സെറ്റപ്സ് എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ട് ഇവരെ ട്രേഡ് ചെയ്യാമായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് മൂവ് ഇൻ. സോ ഞാനൊരു പുതിയൊരു വാച്ച് ലിസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. സോ ബേസിക്കലി വി ഹാവ് 1 2 3 4 5 6 7 വി ഹാവ് 7 സ്റ്റോക്സ്. അപ്പോൾ 7 സ്റ്റോക്സാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു 7 സ്റ്റോക്സിൽ എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവയൊക്കെ ട്രേഡ് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റോക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആണ്. സോ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ഒരു എക്സ്ട്രീംലി ഫാസ്റ്റ് മൂവറാണ്. അതുപോലെ തന്നെ ഇതൊരു 5% ലിമിറ്റിലേക്ക് ഇത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഫാസ്റ്റ് മൂവ് മുകളിലേക്ക് തന്നിട്ടുണ്ടെങ്കിലും മേ ബി 5% ലിമിറ്റ്സ് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. സോ ആസ് സൂൺ ആസ് ഇറ്റ് മൂവ്സ് ടു 5% ലിമിറ്റ് ഐ വുഡ് ഹാവ് ഗോൺ ഔട്ട്. ഞാൻ ഇത് സെൽ ചെയ്ത് പുറത്തേക്ക് വരും. കാരണം ഈ ഒരു അപ്പർ സർക്യൂട്ട് വിക്സ് കണ്ടോ, അതായത് ഇവിടെ എല്ലാം അപ്പർ സർക്യൂട്ട് 5% അപ്പർ സർക്യൂട്ടിൽ നിൽക്കുകയാണ് സ്റ്റോക്സ്. അതേപോലെ തന്നെ ഈ ഒരു സിനാരിയോ താഴത്തേക്കും സംഭവിക്കാം. ജസ്റ്റ് വരയായിട്ട് ഓരോ ക്ലോസിങ്ങും വരാം. അതായത് ഓപ്പൺ ആൻഡ് ക്ലോസിങ് വിൽ ബി ദ സെയിം. സോ അങ്ങനെയുള്ള സിനാരിയോസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമുക്ക് നമ്മുടെ ഹോൾഡിങ്സ് സെൽ ചെയ്ത് പുറത്തേക്ക് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. സോ ആ ഒരു കേസ് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ മേ ബി ഈ ഒരു ലെവലിലൊക്കെ ഞാൻ സെൽ ചെയ്തിട്ടുണ്ടാകും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഇത് ട്രേഡ് ചെയ്തു എന്നല്ല പറയുന്നത്, ചെയ്തിട്ട് ഇവിടെ സെൽ ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ 5% സ്റ്റോക്സിൻ്റെ ഇഷ്യൂ എന്താണെന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. സോ ബേസിക്കലി നമുക്ക് വീക്ക്ലി ചാർട്ടിൽ തന്നെ ഈ അനാലിസിസ് തുടങ്ങാം. സോ വീക്ക്ലി ചാർട്ടിൽ സ്റ്റെർലൈറ്റ് ടെക്സ് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു കറക്ഷന് ശേഷമുള്ള ഒരു നൈസ് കൺസോളിഡേഷനാണ് സ്റ്റെർലൈറ്റ് ടെക്കിൽ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു കറക്ഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ഫുൾ സമയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഹയർ വോളിയൂംസ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വോളിയം ചാർട്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ വോളിയം ഇതുവരെ ഈ സ്റ്റോക്കിന് വന്നിട്ടില്ല. സോ കണ്ടോ, ഇവിടെ തന്നെ ഒരു വലിയൊരു ബുൾ റൺ നടക്കുമ്പോൾ തന്നെ ഈ ഒരു വോളിയത്തിൻ്റെ ഹൈ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദർ ഈസ് സം ആക്ടിവിറ്റി ഗോയിങ് ഓൺ, അല്ലേ? മേ ബി സം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വളരെ ക്ലീൻ ആൻഡ് ക്രിസ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 1 2 3 4 4 ഗ്രീൻ ക്യാൻഡിൽസ്, അതും എബവ് ആവറേജ് വോളിയത്തിൽ വന്ന് പിന്നെ ഒരു ചെറിയൊരു പുൾ ബാക്ക് തന്ന് വീണ്ടും സ്ട്രോങ് 1 2 3 4 5 6 7 സ്ട്രോങ് ക്യാൻഡിൽസ്, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ജനറൽ മാർക്കറ്റ് എവിടെയായിരുന്നു നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സോ ബേസിക്കലി ജനറൽ മാർക്കറ്റായിട്ട് ഞാനിവിടെ കണക്കാക്കുന്നത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റെർലൈറ്റ് ടെക്നോളജിയും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ റൺ വന്നപ്പോൾ സ്റ്റെർലൈറ്റ് ടെക്നോളജീസിലും ഒരു റൺ വന്നു. അതിനുശേഷം സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ഇവിടെ കൺസോളിഡേറ്റ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്, റൈറ്റ്? അതും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ലോ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് 140% ആണ് വെറും 7 വീക്ക് കൊണ്ട് മൂവ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാം, സ്മോൾ മാർക്കറ്റ് വീക്കാണ്. ആ സമയത്ത് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് 100% വെറും 5-6 വീക്ക് കൊണ്ട് മൂവ് ചെയ്യാണ്. സോ അത് നമ്മുടെ അറ്റൻഷൻ ഡെഫിനറ്റ്ലി കൊണ്ടുവന്നിട്ടുണ്ടാവണം ഈ സ്റ്റോക്കിലേക്ക്. അതിനുശേഷം ടൈറ്റ് കൺസോളിഡേഷൻ, റൈറ്റ്? ഒരു ടൈറ്റ് കൺസോളിഡേഷൻ വീക്ക്ലി ചാർട്ടിൽ തന്നിട്ട് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് മാർക്കറ്റ് മുകളിലേക്ക് തന്നപ്പോൾ, അതിൻ്റെ മാർക്കറ്റിന് 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് മാർക്കറ്റ് തന്നപ്പോൾ സ്റ്റെർലൈറ്റ് ടെക്നോളജി എന്താണ് ചെയ്തത്? ബ്രോക്ക് ഔട്ട്. അതും 30% ക്യാൻഡിൽ വെച്ചാണ് ബ്രേക്ക് ചെയ്ത്. സോ ഐഡിയൽ കേസിനാൽ ഇത്രയും നല്ല കൺസോളിഡേഷന് മുകളിൽ ഇവിടെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസൈഡ് ബാറിന് മുകളിലൊക്കെ ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാം. അങ്ങനെ എൻട്രി എടുത്തത് റൈഡ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു 100% മൂവ്മെൻറ്റ് ആയിരിക്കും വിത്തിൻ എ മാറ്റർ ഓഫ് 4 or 5 വീക്സ്, റൈറ്റ്? സോ
ഇതാണ് സ്റ്റെർലൈറ്റ് ടെക്നോളജീസിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ മനസ്സിലാക്കുന്നത്. സോ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്, ഇവിടെ ഒരു എസ്പെഷ്യലി ബെയർ മാർക്കറ്റിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് ഡൈവേർജൻസ്, അല്ലേ? ഡൈവേർജൻസ് ഓർ റിലേറ്റീവ് സ്ട്രെങ്ത്, റൈറ്റ്? സോ ജനറൽ മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നു, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് മുകളിലേക്ക് പോകുന്നു. റിലേറ്റീവ് സ്ട്രെങ്ത് ദാറ്റ് ടു ഫ്രം ദ ബോട്ടം സിംഗിൾ ഷോട്ടിൽ 100%, 150%ആണ് സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഏർണിങ്സ് പരിശോധിച്ച് നോക്കിയാൽ നോക്കൂ, ലേറ്റസ്റ്റ് ഏർണിങ്സ് എല്ലാം എക്സ്ട്രീംലി ഗുഡാണ്. അതായത് 243% ഇയർ ഓൺ ഏർണിങ്സ് ആണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 43%. സെയിൽസ് ഈസ് ഓൾസോ ഇൻക്രീസിങ് 37%. സോ പക്ഷേ പി വളരെ ഹൈ ആണ്. പക്ഷേ ആസ് എ സ്വിംഗ് ട്രേഡർ ഓർ എ മൊമെൻറ്റം ട്രേഡർ പി അധികം ശ്രദ്ധ കൊടുക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ടെക്നോളജി മാറുകയാണ്. മേ ബി ഈ ഒരു കമ്പനി ഐ ബിലീവ് മോർ ഇൻ ടു AI ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ കമ്പനീൻ്റെ വർക്കിംഗ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു കമ്പനിയിലേക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റോക്കാണ്, സെയിം ബിഹേവിയറാണ്, കുറച്ചുകൂടെ നല്ല ബിഹേവിയറാണ് എംടാർ, റൈറ്റ്? സോ എംടാർ ടെക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സെയിം സിനാരിയോ. മാർക്കറ്റ് ഈ ഒരു ഹൈയിൽ നിന്ന് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ എംടാർ ടെക് എന്താണ് ചെയ്തത്? ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് റാലി ചെയ്തു. എത്ര ശതമാനമാണ് റാലി ചെയ്തത്? എത്ര ശതമാനം? 63% ആണ് റാലി ചെയ്തത്. സോ അതൊരു ചെറിയൊരു റാലി അല്ല. പ്ലസ് എംടാർ ടെക് ഓൾ ടൈം ഹൈയിലാണ്. സ്റ്റെർലൈറ്റ് ടെക് എവിടെയായിരുന്നു? 52 വീക്ക് ഹൈൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഓൾ ടൈം ഹൈ ഇതാണ്. അതുകൊണ്ട് തന്നെ പ്രിഫറബിൾ എംടാർ ടെക് ആയിരിക്കും ഈ ഒരു സിനാരിയോയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിലൊരു ഓവർഹെഡ് സപ്ലൈ, ഓവർഹെഡ് റെസിസ്റ്റൻസും കാര്യങ്ങളൊന്നും എംടാർ ടെക്നോളജീസിന് ഉണ്ടായിട്ടില്ല. സെയിം സിനാരിയോ, മാർക്കറ്റ് താഴേക്ക് വീഴുന്നു, ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു. ദാറ്റ് ടു ഫസ്റ്റ് ലെഗ് വന്ന് തന്നെ ഹൈ വോളിയം ക്യാൻഡിൽസ് വെച്ചിട്ടാണ്, ഓർ അബവ് ആവറേജ് വോളിയം ക്യാൻഡിൽസ് വെച്ചിട്ടാണ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വീഴുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു 10 പീരിയഡ് മൂവിങ് ആവറേജിന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് ചെറിയ രീതിയിൽ അത് കൺസോളിഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട്, അല്ലേ? ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് തരുന്നു. പിന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് എത്ര 100% മൂവ് എംടാർ ടെക് തന്നു, റൈറ്റ്? സോ ദാറ്റ് 200% മൂവ്സ് ഓൾറെഡി നമ്മൾ കണ്ടു. എഗെയിൻ അദാനി പവർ. സോ അദാനി പവർ നോക്കൂ, വീക്ക്ലി വോളിയം സിഗ്നേച്ചർ നോക്കുക. അദാനി പവറിൽ എക്സ്ട്രീംലി ബിഗ് വോളിയംസാണ് വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത് 2025 അതിനുശേഷം ഒരു സ്ട്രോങ് കറക്ഷൻ വന്നു. സ്ട്രോങ് കറക്ഷൻ 28% കറക്ഷൻസേ വന്നിട്ടുള്ളൂ. ലൈക്ക് ബേസിക്കലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റ് ഫോളോ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 20% ആണ്, 23% ആണ്. ഫ്രം ദ ടോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഹാഡ് ഫോളൻ 23%. ആ സമയത്ത് ഇത്രയും വലിയൊരു സ്റ്റോക്ക് വെറും 28% വീണിട്ടുള്ളൂ എന്ന് പറയുന്നത് അതൊരു ഗുഡ് തിങ് ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വോളിയം ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ വീക്ക്ലി ചാർട്ട്, റൈറ്റ്? നോക്കൂ, ഈ വോളിയം നോക്കൂ, എക്സ്ട്രീംലി ബിഗ് ഹയർ, ലൈക്ക് മുകളിലേക്ക് പോകുന്ന ഗ്രീൻ ക്യാൻഡിൽസൊക്കെ വലിയ വോളിയം, അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽസൊക്കെ ചെറിയ വോളിയം, ദാറ്റ് ഈസ് ബ്ലാക്ക് കളറിലുള്ളത്. അതിനുശേഷം ഈ സമയത്തൊക്കെ ഡെഫിനറ്റ്ലി മാർക്കറ്റും ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്ന സമയത്ത് ഇവിടുന്ന് ചെറിയൊരു റാലി നോക്കിയേ, മാർക്കറ്റ് ഇത്ര റാലി തന്നിട്ടുള്ള ഈ ലോയിൽ നിന്ന്. ആ സമയത്ത് അതേ സമയത്ത് ഈ ഒരു ലോയിൽ നിന്ന് ഈ ഹൈയിലേക്ക് 50% മൂവ് അദാനി പവർ തന്നിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് ഡൗൺ ആയി താഴത്തേക്ക് വീണു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്. ഒന്നുകൂടെ അത് ഞാൻ വലുതാക്കാം. സോ മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് അദാനി പവർ ലോ ഓൾമോസ്റ്റ് ഈ ലെവലൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു ലോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോയി ഒരു ചെറിയൊരു ബൗൺസ് മാർക്കറ്റ് വന്നപ്പോൾ അദാനി പവറും ചെറിയൊരു ബൗൺസ് വന്നു. വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലോ കട്ട് ചെയ്ത് വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് അദാനി പവർ എന്താണ് ചെയ്തത്? വീണ്ടും ഒരു ലോ അദാനി പവറും ക്രിയേറ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഫ്രം ദിസ് ഹൈ മാർക്കറ്റ് ഓൾമോസ്റ്റ് 14% വീണു. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തില്ല. അതായത് ഈ ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് 6% വീണപ്പോൾ
നമ്മൾ ഈ ഒരു ലോയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 3 or 4% ഹയറാണ്. അതും ഒരു റിലേറ്റീവ് സ്ട്രെങ്ത്താണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് തരുന്നതിനേക്കാളും മുന്നേ തന്നെ ഈ സ്റ്റോക്ക് ഹയർ ഹൈസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായി. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 44% ആണ് അദാനി പവർ മൂവ് ചെയ്തിരിക്കുന്നത്. അതും റൈറ്റ് നൗ അദാനി പവർ ഇൻ ഓൾ ടൈം ഹൈ ടെറിട്ടറിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി ഇവിടെ ചെറിയ കൺസോൾട്ടേഷൻ വീണ്ടും മൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയേക്കാം. സോ ദാറ്റ് ഈസ് അദാനി പവർ. അഗെയിൻ 40%, അറ്റ്ലീസ്റ്റ് 40% പോയി ഞാൻ കാണിക്കുന്ന എല്ലാ സ്റ്റോക്സും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സെയിം തിങ് BSE. BSEയിൽ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് ഈ ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് ഇവിടെ നമ്മൾ ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ തരുന്നു. വീണ്ടും റിലേറ്റീവ് സ്ട്രെങ്ത് പ്ലസ് ഗുഡ് ക്യാൻഡിൽസ് ഇൻ ദ ബേസ് പ്ലസ് ഒരു ഭയങ്കര ഹൈലി ലിക്വിഡ് ആയൊരു സ്റ്റോക്കാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് BSEൻ്റെയൊക്കെ ഒരു ഹോൾഡിംഗ് പാറ്റേൺ ഇപ്പോൾ ഞാൻ മാർക്കറ്റ് സ്മിത്ത്, ഇതൊരു പെയ്ഡ് പ്ലാറ്റ്ഫോമാണ്. സോ BSE അടിച്ചു നോക്കുകയാണെങ്കിൽ BSEൻ്റെ ഒരു 43% ഓണർഷിപ്പ് നോക്കി. 43% ഓഫ് ദ BSE ഫണ്ട്സ്, BSEൻ്റെ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്ന ഫണ്ട്സാണ്. അതായത് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഓർ അതർ ഫണ്ട്, പെൻഷൻ ഫണ്ട്സ് എല്ലാം ആണ് ഈ ഒരു സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഡെഫിനറ്റ്ലി ഈ ഒരു സ്റ്റോക്ക് വീഴുവാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഇങ്ങനെ നേരെ വീഴുന്ന ഒരു പ്രവണത ഈ സ്റ്റോക്ക് ഉണ്ടാവില്ല. ഇത് സ്ലോലി ഇങ്ങനെ വീഴുള്ളൂ. അതുപോലെ തന്നെ മുകളിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഫണ്ട്സിൻ്റെ അതുപോലെ തന്നെ ജൂൺ 25th ക്വാർട്ടറിൽ 1031 ഫണ്ട്സ് ഇത് ഈ ഒരു സ്റ്റോക്സ് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്പർ ഓഫ് ഫണ്ട്സ് ഹാവിങ് ദിസ് സ്റ്റോക്ക് ഈസ് ഇൻക്രീസിങ്. അല്ല, 1031, സെപ്റ്റംബറിൽ 1050, ഡിസംബറിൽ 1087, മാർച്ചിൽ ഒരു വലിയൊരു ഇൻക്രീസ് 1170. സോ ഫണ്ട്സിൻ്റെ ഇടയിൽ വളരെയധികം നല്ല ഒരു അക്യുമുലേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ റിട്ടേൺ ഇക്വിറ്റി 37%. ഇത് വളരെ വളരെ ഹൈ ആണ്. നമ്മുടെ ഒരു US ഇൻവെസ്റ്റിങ്ങിലൊക്കെ ഒരു ലെജൻഡ് ഉണ്ട്, വില്യം ഒനീൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു. അതിൽ പറയുന്നത് റിട്ടേൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം 17% ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ കൺസിഡർ എ കമ്പനി ഫോർ ഇൻവെസ്റ്റിംഗ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിട്ടേൺ ഓൺ ഇക്വിറ്റി മാത്രമല്ല സെർച്ച് ചെയ്യുന്നത്, പക്ഷേ മിനിമം 17% റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ എബവ് 25 റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള കമ്പനീസ് ഒക്കെ വളരെയധികം സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കമ്പനി എന്തായാലും നമ്മൾ മാർക്കറ്റ് സ്മിത്ത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി. ഈ കമ്പനീൻ്റെ ഏർണിങ്സ് നോക്കൂ. 2023 5, പിന്നെ 2024 18, 2025 60, 31, 2026 60, 2027 ഓൾറെഡി അനലിസ്റ്റ് എക്സ്പെക്ടേഷൻ 76, 2028 93. സോ ഓൾറെഡി നല്ല ഏർണിങ്സും അതുപോലെ തന്നെ ഏർണിങ്സ് എക്സ്പെക്ടേഷനും എസ്റ്റിമേഷനും വളരെ നല്ലുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഏർണിങ്സ് നോക്കി കമ്പനിയുടെ 11, 13, 13.56, 14.61, 19.35. സോ ഏർണിങ്സും സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന കമ്പനിയാണ്. സോ എന്തുകൊണ്ടും ഫണ്ടമെൻ്റലിയും ടെക്നിക്കലിയും സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ടേൺ ആയ സമയത്ത് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ലോയിലേക്ക് 50% മൂവ് നമുക്ക് കിട്ടിയത്. റൈറ്റ്. സോ ദാറ്റ് ഈസ് BSE. ലെറ്റ്സ് ഗോ ടു TD Power. TD Power നോക്കൂ. TD Powerഉം എക്സ്ട്രീംലി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. പക്ഷേ കുറച്ച് ചോപ്പി ആയിരുന്നു ഇനീഷ്യലി നമുക്കൊന്നും അത്ര ട്രേഡബിൾ ആയിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ലൈക്ക് ബിഗ് വോളിയംസ് അല്ലെങ്കിൽ ബിഗ് വോളിയം ബാർസ് കാണാൻ തുടങ്ങി. ഗ്രീൻ ബാർസിൽ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ, ഈ ഒരു പുൾ ബാക്കിന് ശേഷം വീണ്ടും ബിഗർ വോളിയംസ് വന്നു. ഓൾമോസ്റ്റ് 1 2 3 5 ബിഗ് വോളിയം ക്യാൻഡിൽസ് വന്ന് ഫ്രം ദ ലോ നമ്മൾ TD Power ഓൾറെഡി ഓൾ ടൈം ഹൈസ് നിയറാണ്. 54% മൂവ് തന്നു. അതിനുശേഷം നൈസ് ഒരു കൺസോൾട്ടേഷൻ. ഈ ഒരു കൺസോൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ
ഈ ടി ഡി പവർ മുകളിലേക്ക് പോയിട്ടാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ലോ ബ്രേക്ക് മാർക്കറ്റ് ഇതിൻ്റെ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ടി ഡി പവർ അത് ബ്രേക്ക് ചെയ്യാതെ ഓൾമോസ്റ്റ് 30% അബോവ് ദ ലോസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ ടി ഡി പവർ ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് ഹൈയിലേക്ക് 48 ഓർ 49 മേ ബി 50% ട്രേഡ് ചെയ്തു. സോ ടി ഡി പവറിൻ്റെയും ഞാൻ പറഞ്ഞു ടി ഡി പവറിൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ടി ഡി പവർ സിസ്റ്റംസിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രീംലി ഗുഡ് ഫണ്ടമെൻ്റൽസ് ആണ് ടി ഡി പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിട്ടേൺ ഇക്വിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ 17% മുകളിലാണ്. ദാറ്റ് ഈസ് 22% റിയലി ഗുഡ്. ഏർണിങ്സ് നോക്കൂ 2.97, 4.59, 6.23, 7.58, 11.18, 15.29. It's increasing on a year on year basis. ഓരോ ഇയറിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റേഡി ആയിട്ട് എബോവ് 20% ഉള്ള ഏർണിങ്സ് ആൻഡ് സെയിൽസ് ഇവിടെ കാണാം നമുക്ക് ടി ഡി പവറിൽ. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പ് 162, 168, 181, 205 അതും ഇൻക്രീസ് ചെയ്യാണ്. പിന്നെ ഫണ്ട്സ് ഉണ്ടോ 45% ഓഫ് ദ സ്റ്റോക്സ് ആർ ബീങ്, അല്ലെങ്കിൽ 45% സ്റ്റോക്സും ഫണ്ട്സാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. സോ ഫണ്ട്സിൻ്റെ സ്പോൺസർഷിപ്പും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റലി ആൻഡ് ടെക്നിക്കലി സ്റ്റോക്ക് സ്ട്രോങ് ആണ്. അതുപോലെ റിലേറ്റീവ് സ്ട്രെങ്ത് വളരെ ഹൈ ഉള്ള സ്റ്റോക്കായിരുന്നു. കാരണം മാർക്കറ്റ് താഴേക്ക് വീഴുമ്പോൾ ഈ സ്റ്റോക്ക് മുകളിലേക്ക് വരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ കിട്ടിയപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാമായിരുന്നു. ആൻഡ് ഇറ്റ് വെൻറ്റ് 45 to 50%. സെയിം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം കാര്യങ്ങളായിരിക്കും കൂടുതലും. ഓൾ ടൈം ഹൈസിന് അടുത്തായിരിക്കും സ്റ്റോക്ക്. അതുപോലെ തന്നെ ഭയങ്കര റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നത്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞാണ് ശ്രമിക്കുന്നത്. ഹിറ്റാച്ചി ഓർ പവർ ഇന്ത്യ. സോ നമ്മളൊരു മന്ത്ലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അയ്യോ, മന്ത്ലി ചാർട്ട് ഈസ് നോട്ട് വർക്കിംഗ് ഓർ ഇൻ്റർനെറ്റ് ഹാസ് സം ഇഷ്യൂസ്. ചെറിയൊരു ഇൻ്റർനെറ്റ് ഇഷ്യൂ ഉണ്ട്, ബെയർ വിത്ത് മീ. ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കോട്ടെ. ഓക്കെ, പെർഫെക്റ്റ്, വരുന്നുണ്ട്. ഓക്കെ, ടി ഡി പവറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. നമുക്കിനി പവർ ഇന്ത്യ ഓർ ഹിറ്റാച്ചി എനർജി ലിമിറ്റഡിനെ കുറിച്ച് സംസാരിക്കാം. എഗെയിൻ നമ്മൾ മന്ത്ലി ചാർട്ട് ചെന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ആയി കിടക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇതൊരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ഓൾ ടൈം ഹൈയിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ 1 month കൺസോൾട്ടേഷൻ വന്നു. ആ സാധനം നമുക്ക് വീക്കിലി കണ്ടുപോകാം. ഇതാണ് പ്രോപ്പർ കൺസോൾട്ടേഷനാണ്. ഇവിടെ വോളിയം ക്യാരക്ടറിസ്റ്റിക്സ് ഹെവി റിയലി ഗുഡ് വോളിയം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഹ്യൂജ് വോളിയം ടു ദ ഡൗൺ സൈഡ് വിത്തൗട്ട് എനി ഫർദർ മൂവ്. അതായത് വലിയ വോളിയം താഴത്തേക്ക് വന്നു, പക്ഷേ പിന്നെ ഒരു പുൾ ബാക്കിന് ശേഷം വീണ്ടും താഴത്തേക്ക് പോവാതെ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകുന്നത് ഒരു അക്യുമുലേഷന് സിഗ്നലായിട്ട് വില്യം ഓണിയിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഹിയർ. പിന്നെ ഒരു ഗുഡ് വോളിയം ക്യാൻഡിൽ മുകളിലേക്ക് പോയി, നിയർ ഓൾ ടൈം ഹൈ, ടൈറ്റ് കൺസോൾട്ടേഷൻ. വെറും വീക്ക്ലി ചാർട്ടിലാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. എന്നിട്ടും വെറും 11% or 10% കോൺട്രാക്ഷൻ ഓർ പുൾ ബാക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അതിനുശേഷം ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിട്ടുണ്ട് റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുമ്പോൾ ഹെവി റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. 62% ആണ് മാർക്കറ്റ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റിൽ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഈ സ്റ്റോക്ക് 24% മേ ബി കറക്റ്റ് ബ്രേക്ക് ഔട്ട് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ 37% സ്റ്റോക്ക് മൂവ് ചെയ്തു. എഗെയിൻ ഹിറ്റാച്ചി പവറിൻ്റെ ഓർ പവർ ഇന്ത്യൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 47 ആയിരുന്നു 2020 ആയിരുന്നു, കുറഞ്ഞു. പിന്നെ ഒരു 3 year എക്സ്ട്രീംലി ഗുഡ് ഏർണിങ്സ് ആണ് തന്നിരിക്കുന്നത്. 22 to 38, 38 നിന്ന് സ്ട്രെയിറ്റ് 90, മോർ ദാൻ ഡബിൾ. അതിനുശേഷം 2026 ലാസ്റ്റ് ക്വാർട്ടറിൽ വന്നിട്ടില്ല.
So 2026 estimation is 197.3. ലാസ്റ്റ് ക്വാർട്ടർ വന്നോ? ഇല്ല, വന്നിട്ടില്ല. അതുപോലെ തന്നെ 2027 എസ്റ്റിമേഷൻ ഈസ് അനലിസ്റ്റ് എസ്റ്റിമേഷൻ അതല്ലേ, അനലിസ്റ്റ് എസ്റ്റിമേഷൻ ഈസ് 289. സോ റിയലി ഗുഡ് എസ്റ്റിമേറ്റ്സ്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറച്ച് കുറവാണ്, 9%. അതൊരു ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ മോശം ഇതാണ്. അതുപോലെ തന്നെ ഫണ്ട്സ് സ്പോൺസർഷിപ്പ് മോർ ദാൻ 10% മതി ഐഡിയലി എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. സോ ദിസ് ഈസ് 18%. സ്പോൺസർഷിപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, 344, 416, 659 ആൻഡ് 775. അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് നമ്മുടെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഏർണിങ്സും സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. സോ 43 ഇവിടെ 29 to 59 to 58. സോ ഇത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പാരിസൺ ആണ്. അതായത് ഡിസംബർ ക്വാർട്ടറും ഈ ഒരു ക്വാർട്ടറും, കഴിഞ്ഞ വർഷത്തെ ഡിസംബറിൽ 32 ആയിരുന്നു, അത് 58.65 ആയി. അതാണ് 81% ഇൻക്രീസ് എന്ന് കാണിക്കുന്നത്, അല്ലാതെ സെപ്റ്റംബറും ഡിസംബറും അല്ല കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിറ്റാച്ചി മോശമില്ലാത്തൊരു ഫണ്ടമെൻ്റൽ സ്റ്റോറി ഉള്ളൊരു കമ്പനിയാണ്. അവിടെ നിന്ന് ഡെഫിനറ്റ്ലി ഇത്രയും മൂവ് ചെയ്ത് എം സി എക്സ് ആൻഡ് BSE എന്നീ 2 സ്റ്റോക്കുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഷെയർ സെൽഡ് ബൈ ഫണ്ട്സ് 404% അപ്പ് ഇൻ March 26. അതായത് ബേസിക്കലി ഈ ഒരു സ്റ്റോക്ക് ഫണ്ട്സ് വളരെയധികം വാങ്ങി കൂട്ടുന്നൊരു സ്റ്റോക്കായിരുന്നു. ഡെഫിനറ്റ്ലി വോളിയം ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിവിടെ കാണാം, എക്സ്ട്രീംലി ഗുഡ് വോളിയം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു എക്സ്ട്രീംലി ബാഡ് വിക്കുള്ളൊരു ക്യാൻഡിൽ വന്നു. അപ്പോഴും സ്റ്റോക്ക് താഴത്തേക്ക് പോയില്ല, അത് ആ ഒരു ലെവലിൽ തന്നെ സ്റ്റോക്ക് 10 മിനിറ്റ് മൂവിങ് ആവറേജിന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. നിങ്ങളിപ്പോൾ നോക്കണം, ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പവർ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഓൾറെഡി എത്രയോ 20-22% ഫോളായി കിടക്കുന്ന സമയത്ത് നമ്മളിവിടെ ഹൈയിൽ നിന്ന് 66% അപ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം ഈ ഒരു ലോയും ഈ ഒരു ഹൈയും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, വീണ്ടും ഒരു ലോ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ, ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റിൽ നൈസൊരു ബ്രേക്കൗട്ട്, മേ ബി ഇവിടെയാണെന്ന് വെച്ചോ, ഈ ഒരു ലെവലിൽ ബ്രേക്കൗട്ട് വന്നപ്പോൾ ഈ സ്റ്റോക്ക് 30% മൂവ് ചെയ്തു. ഒരു വലിയൊരു സ്റ്റോക്കാണ്, ഒരു കൈൻഡ് ഓഫ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതിലൊക്കെ ഒരു 30% മൂവ് എന്ന് പറയുന്നത് വളരെ ബിഗാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി സ്റ്റോക്സൊക്കെ 100% പോയി ഇതെന്താ പോകത്തെന്നല്ല നമ്മുടെ ചോദ്യം. പക്ഷേ സ്റ്റോക്ക് ഇത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ ഇത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ എന്തൊക്കെയോ ഒരു ഫണ്ടമെൻ്റൽ സ്റ്റോറി ഉണ്ടാവാതെ അവ പ്രത്യേകിച്ച് FNO സ്റ്റോക്സ് ഒന്നും ഇത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യില്ല. സോ MCXൻ്റെ ഫണ്ടമെൻ്റൽ സ്റ്റോറി നമുക്ക് നോക്കാം. റിട്ടേൺ ഓഫ് ഇക്വിറ്റി നോക്കി 47%, അത് ഇൻസെയിൻ റിട്ടേൺ ഓഫ് ഇക്വിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഇൻ ഏർണിങ്സ് ഈസ് വെരി ഗുഡ് എസ്റ്റിമേഷൻസ് ആർ ഓൾസോ ഗുഡ്. അതുപോലെ തന്നെ ഫണ്ട് സ്പോൺസർഷിപ്പ് ഇൻക്രീസിങ് ആണ്, എല്ലാ ക്വാർട്ടറിലും ഫണ്ട് സ്പോൺസർഷിപ്പ് ഇൻക്രീസിങ് ആണ്. 64% ഓഫ് ദ ഷെയർസ് ആർ ഹെൽഡ് ബൈ ഫണ്ട്സ്. സോ അത് തന്നെ മനസ്സിലാക്കാം, ഇതൊരു നല്ലൊരു സ്റ്റോക്ക്. ഒബ്വിയസ്ലി സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ സ്റ്റോറി നമ്മളെക്കാളും കൂടുതൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ഫണ്ട്സ് ആയിരിക്കുമല്ലേ, പല മ്യൂച്വൽ ഫണ്ട്സും അവർ ഇതൊക്കെയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും കൺവിക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കില്ലേ 64% സ്പോൺസർഷിപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഫണ്ട്സും ഇതിൽ 64% ഷെയർസും ഫണ്ട്സ് വാങ്ങി വെച്ചിരിക്കുന്നത് തന്നെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഒരു മോശം ക്വാർട്ടർ ഉണ്ടായിരുന്നു, അത് പക്ഷേ സെയിൽസ് ആർ ഇൻക്രീസിങ്. ഇവിടെ 100%, 200% ആണ് ഇവിടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത്. സെയിൽസ് ആണ് റവന്യൂ ആണ്, ടോപ്പ് ലൈൻ ആണ്. സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ തന്നെ ബേസിക്കലി ഈ കമ്പനി ഇൻ എ ഗുഡ് ഷേപ്പ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട്. ആൻഡ് ഈ മാർച്ചിലെ സെയിൽസ് ആൻഡ് ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ അത് വിചാരിച്ചെക്കാളും വളരെ നല്ല, ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എക്സ്ട്രീംലി ഗുഡ് ഏർണിങ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് സെയിൽസ് ആസ് വെൽ 290%, ആസ് വെൽ ആസ് സെയിൽസും 205%. അതിൻ്റെ ഒരു റിയാക്ഷൻ തന്നെയാണ് നമുക്ക് മാർക്കറ്റിലും കണ്ടത്. ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പോയി, അല്ലേ. സോ ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാ സ്റ്റോക്കുകളും. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡിയിൽ നിന്ന്, അതായത് ഈ ഒരു വിന്നർ സ്റ്റഡിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നോളജ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി മാർക്കറ്റ് കറക്ഷൻസ് വരുമ്പോൾ നിങ്ങൾ സ്റ്റോക്സ് നിങ്ങളുടെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തി
വേറെ കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ ഒബ്വിയസ്ലി ചെയ്യണം. പക്ഷേ സ്ത്രീകളും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് ഇനി മാർക്കറ്റ് പൊങ്ങട്ടെ എന്ന് നോക്കി ഇരിക്കുകയല്ല വേണ്ടത്. പക്ഷേ മാർക്കറ്റ് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്തും റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്സുകളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് എടുത്ത് വെക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഒബ്വിയസ്ലി വെൻ ദ മാർക്കറ്റ് ഗോസ് അപ്പ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ അല്ലെങ്കിൽ വെൻ ദ മാർക്കറ്റ് ഗോസ് അപ്പ് നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യണം, അതായത് മാർക്കറ്റ് ഒരു ബുൾ റണ്ണിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഏത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഓൾറെഡി ഉണ്ടാവും. കാരണം നിങ്ങൾ എന്നും മാർക്കറ്റ് വാച്ച് ചെയ്യുന്നുണ്ട്, റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്സിനെ നോക്കിയെടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരുപാട് റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്സ് നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ആദ്യം മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് 1-2 സ്റ്റോക്സ് കാണുള്ളൂ. പക്ഷേ പെട്ടെന്ന് ഒരു 5, 10, 20, 15 പെട്ടെന്ന് എല്ലാവരും റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മേ ബി ഒരു മാർക്കറ്റ് ബോട്ടം അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ബോട്ടം തുടങ്ങാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ആ സമയത്ത്. സോ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് മൊത്തം കിട്ടിയെന്ന് വരില്ല. സോ ട്രൈ ടു ഗോ ത്രൂ ദ വീഡിയോ. 2-3 പ്രാവശ്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന പോലെ ഞാനിതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.